ഇന്ത്യ സഖ്യത്തിനെ പരാജയപ്പെടുത്താൻ ചതിയുടെ പുതുവഴികൾ കണ്ടെത്തി ബി.ജെ.പി. ഇന്ന് ചണ്ഡീഗഡ് കോർപ്പറേഷനിലെ മേയർ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസമായിരുന്നു. ഇന്ത്യ സഖ്യം എന്ന നിലയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൈകോർത്ത് മത്സരിച്ച ആദ്യ തെരഞ്ഞെടുപ്പ്. വളരെ എളുപ്പത്തിൽ ഇന്ത്യ സഖ്യം വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു തെരഞ്ഞെടുപ്പ്. പക്ഷേ ഫലം വന്നപ്പോൾ വിജയിച്ചത് ബി.ജെ.പി. 35 അംഗ കോർപ്പറേഷനിൽ 20 അംഗങ്ങളും ആം ആദ്മി പാർട്ടി കോൺഗ്രസ് പാളയത്തിൽ നിന്നുള്ളവരാണ്. 13 പേർ ആം ആദ്മി പാർട്ടിയിൽ നിന്ന്, 7 പേർ കോൺഗ്രസിൽ നിന്ന്. ബി.ജെ.പി. പാളയത്തിലുള്ളതാകട്ടെ വെറും 15 പേർ. എന്നിട്ടും വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി.ജെ.പി. വിജയിച്ചു. എങ്ങനെയെന്ന് ചോദിച്ചാൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് മനോജ് കുമാർ സോങ്കർ. മനോജ് കുമാർ സോങ്കറിന് 16 വോട്ടുകൾ ലഭിച്ചു. ബി.ജെ.പിക്ക് അവിടെ ഉള്ളത് വെറും 15 അംഗങ്ങൾ മാത്രമാണ് എന്നത് നമ്മൾ മറക്കരുത്. അതോടൊപ്പം എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആം ആദ്മി പാർട്ടിയുടെ കുൽദീപ് കുമാറിന് ലഭിച്ചതാകട്ടെ വെറും 12 വോട്ടുകൾ മാത്രം. 20 അംഗങ്ങളുള്ള ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായാണ് കുൽദീപ് കുമാർ മത്സരിച്ചത്. എന്നിട്ടും കുൽദീപ് കുമാറിന് ലഭിച്ചത് വെറും 12 വോട്ടുകൾ. 8 വോട്ടുകളാണ് ഭരണാധികാരി അസാധുവാക്കിയത്. അതായത് 8 പ്രതിപക്ഷ വോട്ടുകൾ ഭരണാധികാരി അസാധുവാക്കി. ഒരുപക്ഷെ ആ 8 വോട്ടുകൾ കൃത്യമായി അനുവദിച്ചിരുന്നുവെങ്കിൽ വളരെ എളുപ്പത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ആം ആദ്മി പാർട്ടിയുടെ കുൽദീപ് കുമാറിന് സാധിക്കുമായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ് തന്നെയാകണം ബി.ജെ.പി. ഇത്തരത്തിലൊരു നീക്കം, അതായത് വോട്ട് അസാധുവാക്കൽ നീക്കം നടത്തിയത്. ആ നീക്കം ഫലം കണ്ടു എന്ന് തന്നെ പറയണം. മേയർ സ്ഥാനത്തേക്ക് ബി.ജെ.പി. വിജയിച്ചിരിക്കുകയാണ്. ആദ്യമായി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഇന്ത്യ സഖ്യം എന്ന നിലയിൽ കൈകോർത്ത് മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ പോലും ഇന്ത്യ സഖ്യത്തിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. 8 വർഷത്തെ ബി.ജെ.പി. ഭരണം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൈകോർത്തത്. പക്ഷേ ആ ലക്ഷ്യം സാധിക്കാനായില്ല എന്ന് മാത്രമല്ല, വലിയൊരു തിരിച്ചടി ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുകയും ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് കഴിഞ്ഞ തവണത്തെ മേയർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിട്ടുനിന്നതിനെ തുടർന്നായിരുന്നു ബി.ജെ.പി. വിജയിച്ചത്. പക്ഷേ ആ വിജയം ഇത്തവണ ആവർത്തിക്കാതിരിക്കാനാണ് വളരെ വൈര്യങ്ങളുള്ള, വളരെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആം ആദ്മി പാർട്ടിയുമായി കോൺഗ്രസ് കൈകോർത്തത്. എന്നിട്ടും ഇലക്ഷൻ അട്ടിമറിയിലൂടെ ബി.ജെ.പി. വിജയിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇത് ഒരുപാട് അസ്വാരസ്യങ്ങൾ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ നിലവിൽ ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണ വേളയിൽ തന്നെ ആം ആദ്മി പാർട്ടിയുമായി ഒരു തരത്തിലുള്ള സഖ്യവും പാടില്ല എന്ന് പഞ്ചാബ്, ഡൽഹി PCCകൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് നിർദ്ദേശം നൽകി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാവും പഞ്ചാബ് മുഖ്യമന്ത്രിയുമായ ഭഗവത് മാൻ പഞ്ചാബിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചത്. ഇത്തരത്തിൽ ഈ പ്രഖ്യാപനങ്ങളെല്ലാം വന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അതിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു എന്നത് പ്രത്യാശ പകരുന്ന ഒരു വാർത്തയാണ്. പക്ഷേ എന്നിട്ട് പോലും ബി.ജെ.പിയുടെ തന്ത്രങ്ങളെ മറികടക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നത് ഇന്ത്യ സഖ്യത്തിന് ഈ അടുത്ത് ലഭിച്ച രണ്ടാമത്തെ വലിയ തിരിച്ചടിയായി ഇതിനെ മാറ്റുന്നുണ്ട്. ആദ്യത്തെ തിരിച്ചടി ബീഹാറിലായിരുന്നു. ബീഹാറിൽ നിതീഷ് കുമാർ എന്ന ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണ വേളയിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച വ്യക്തി തന്നെ ഇന്ത്യ സഖ്യത്തെ ഉപേക്ഷിച്ച് ബി.ജെ.പി. പാളയത്തിലേക്ക് പോയിരുന്നു. 2022 അവസാനമായി നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തിലേക്ക് തിരിച്ചു വരുന്നത്. അദ്ദേഹം അന്ന് പറഞ്ഞത് JDUവിനെ പിളർത്താൻ ബി.ജെ.പി. ശ്രമിക്കുന്നു എന്ന ആ ആരോപണങ്ങളെല്ലാം മാറ്റിവെച്ചാണ് ഇപ്പോൾ വീണ്ടും നിതീഷ് കുമാർ ബി.ജെ.പി. പാളയത്തിലെത്തിയത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ബി.ജെ.പിയുടെ പിന്തുണയോടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇന്ത്യ സഖ്യത്തിന് ആ തിരിച്ചടിയിൽ നിന്ന് കരകയറി വരുന്നതിനിടെയാണ് ഇപ്പോൾ രണ്ടാമത്തെ വലിയ തിരിച്ചടി ചണ്ഡീഗഡിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ തിരിച്ചടി നിന്നും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടുതൽ പാഠങ്ങൾ ഉൾക്കൊള്ളുമെന്ന് തന്നെ വിശ്വസിക്കാം. എന്തായാലും ഈ നടപടിക്കെതിരെ, വോട്ട് അസാധുവാക്കിയ നടപടിക്കെതിരെ ആം ആദ്മി പാർട്ടി ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ബി.ജെ.പി. വിജയിച്ചത് ചതിയിലൂടെ എന്നാണ് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചത് ഈ വിഷയത്തിൽ. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ബി.ജെ.പിയുടെ തന്ത്രങ്ങളെ എങ്ങനെയായിരിക്കും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും മറികടക്കുക എന്നത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കും.